നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാൻ ആതിര രവീന്ദ്രൻ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ, എസ്റ്റിലോ ബാത്ത് ഫിറ്റിംഗ്സ്, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസ്. പരീക്ഷാ ക്രമക്കേട് ആരോപണം. PSC സെക്രട്ടറിയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി ഗവർണർ. പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ PSC സെക്രട്ടറിയെ ലോക്ഭവനിലേക്ക് വിളിച്ചുവരുത്തി വിശദീകരണം തേടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ഇന്നലെ വൈകിട്ടാണ് സാജു ജോർജിനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയത്. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ ഇടപെടുവാനുള്ള തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണറുടെ ഈ നടപടി. ഇറാനെതിരായ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനം. ഹിസ്ബുല്ലയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാനെതിരായ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹിസ്ബുല്ലയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി US ട്രഷറി വകുപ്പ്. അമേരിക്കൻ നടപടികളുമായി സഹകരിക്കണമെന്ന് ചൈനയോടും അഭ്യർത്ഥിച്ചു. ഇറാനെതിരെയുള്ള പുതിയ നടപടികളുടെ ഭാഗമായാണ് ഹിസ്ബുല്ലയ്ക്ക് മേൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്നും ഒഴിവാക്കി റെയിൽവേയുടെ കടുംവെട്ട് ഇനി മൈസൂരുവിന് കീഴിൽ. മംഗലാപുരം മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്നും ഒഴിവാക്കി മൈസൂരു ഡിവിഷന് കൈമാറുവാൻ റെയിൽവേ ബോർഡ് തീരുമാനം. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിൽ 60% വരെ കുറവുണ്ടാകും എന്നാണ് ആശങ്ക. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും തിരിച്ചടി നേരിടുമെന്നും വിലയിരുത്തൽ. OICC കുവൈറ്റ് 13ാം വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ 25-ന്. കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിനിടയിൽ സാമൂഹിക സാംസ്കാരിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന OICC കുവൈറ്റ് 13ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നു. നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണപ്പൊലിമ 2026 എന്ന പേരിൽ സെപ്റ്റംബർ 25 വെള്ളിയാഴ്ചയാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലത്തായി പോക്സോ കേസ്. പത്മരാജന് ജാമ്യം ലഭിച്ചത് UDF സർക്കാർ ഒത്തുകളിയിൽ KK രാഗേഷ്. പാലത്തായിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ BJP നേതാവായ അധ്യാപകൻ പത്മരാജന് ജാമ്യം ലഭിച്ചത് UDF സർക്കാർ ഒത്തുകളിയുടെ ഭാഗമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കഴിഞ്ഞ LDF സർക്കാർ കാലത്ത് പോലീസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷിച്ച് തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിച്ചതിനാൽ പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ കോടതി നൽകിയതായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ഭരണമാറ്റമുണ്ടായി. UDF സർക്കാർ അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിലാണ് RSS നേതാവായ പ്രതിക്ക് പ്രോസിക്യൂഷന്റെ ഒത്തുകളിയിലൂടെ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Premium and fastest moving products in Kerala. Estilo, a complete solution for your bath and kitchen fittings. AI ക്യാമ്പയിനുമായി DYFI. AI സാങ്കേതിക വിദ്യ കൂടുതൽ ആഴത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ DYFI നടത്തുന്ന ഹെല്ലോ ടു AI ക്യാമ്പയിന്റെ ഉദ്ഘാടനം സംസ്ഥാന സമ്മേളന വേദിയിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം നിർവഹിച്ചു. AI ഫോർ പീപ്പിൾ പ്രോഗ്രസ് ഫോർ ആൾ എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എരിക്കൂർ GHSSലെ KP സുനിൽകുമാറിന് പുരസ്കാരം. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇരിക്കൂർ GHSSലെ അധ്യാപകൻ സുനിൽകുമാർ KP ആണ് പട്ടികയിലെ ഏക മലയാളി. ആകെ 48 അധ്യാപകർക്കാണ് പുരസ്കാരം. അധ്യാപക ദിനത്തിൽ ഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. Thank you.